ഭക്തിമാർഗത്തിൽ ചരിക്കണമെങ്കിലും ആയുസ്സും വേണം, ആരോഗ്യം വേണം. അതാണ്. അതെനിക്ക് നൽകണമേ. അതാണ് 4-ാം ശ്ലോകത്തിൽ പറയുന്നത്. അവിടെ മാർക്കണ്ഡേയ മഹർഷിയുടെ കഥയിലൂടെയാണ് ഇത് പറയുന്നത്. തം ചൈനം ഭക്തിയോഗം ദൃഢയിതും. ഹേ ഭഗവൻ, ആ ഭക്തിയോഗം ദൃഢമാവാൻ അങ്ങ് എന്തു ചെയ്യണം? മേ സാധ്യം ആരോഗ്യം ആയുഹു. എനിക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്, നേടേണ്ടതായിട്ടുണ്ട്. എന്ത്? ആരോഗ്യവും ആയുസ്സും. അത് രണ്ടും അങ്ങ് എനിക്ക് നൽകണമേ. ആയുസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ആരോഗ്യമില്ലെങ്കിൽ ഭഗവാനെ ഭജിക്കാൻ പറ്റില്ല. അപ്പോൾ ആയുസ്സും ആരോഗ്യവും രണ്ടും നൽകി ഈ ഭക്തിയോഗത്തിനെ ദൃഢമാക്കാൻ, സുദൃഢമാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ഉടനെ മനസ്സങ്ങടെ മാറി. അയ്യോ, ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണല്ലോ. ദിഷ്ട്യാ തത്രാവി. ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യം ചെയ്തവനാണ്. ദിഷ്ട്യാ, ഭാഗ്യവശാൽ. സേവ്യം തവചരണം അഹോ. എനിക്ക് അങ്ങയുടെ പാദങ്ങളെ സേവിക്കുക എന്നുള്ള പണിയല്ലേ തന്ന്. വളരെ നല്ലത്. ഇതാണ് നല്ല പണി തന്നെയാണ് അങ്ങ് എനിക്ക് തന്നിരിക്കുന്നത്. ഭഗവത് പാദങ്ങളെ സേവിച്ച് ഭഗവാനിലുള്ളതായ ഭക്തിയെ വർദ്ധിപ്പിക്കാനാണ് അങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ഞാനത് മറന്നുപോയി. അപ്പം അതിൽ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട്. അത് ഏതുപോലെയാണ്? ഭേഷജായേവ ദുഗ്ധം. മരുന്നിന് പാല് തന്നെ കൊടുത്തു. അതാണ്. ഒരു അപ്പൂപ്പനുണ്ട്, അപ്പൂപ്പന് പാല് കുടിക്കാൻ വലിയ ഇഷ്ടം. വീട്ടിലാണെങ്കിലോ കാശില്ല, പാല് മേടിക്കാൻ കാശില്ല, നല്ല പണിയുമുണ്ട്. അങ്ങനെ ഒരിക്കൽ വെയിലത്തൊക്കെ പണിയെടുത്ത് വന്ന് ഒന്ന് ബോധം കെട്ടു. ഭാര്യ പേടിച്ചു, ഓടി വൈദ്യരുടെ അടുത്തേക്ക് പോയി. വൈദ്യരെ കൂട്ടിക്കൊണ്ടുവന്നു. വൈദ്യരെ നാടി പിടിച്ച് നോക്കി. സാരമില്ല. രാവിലെ ഒരു ഗ്ലാസ് പാല്, രാത്രിയിൽ ഒരു ഗ്ലാസ് പാല്. ഭേഷജായേവ ദുഗ്ധം. മരുന്നിന് പാലല്ലേ അങ്ങ് തന്നത്. എനിക്കിഷ്ടമുള്ളത്. ഭഗവാനെ ഭജിച്ചുകൊണ്ടാണ് എൻ്റെ ഈ 27 വയസ്സ് വരെയുള്ള കാലം കഴിഞ്ഞത്. 12ാമത്തെ വയസ്സിൽ ഭാഗവതം മുഴുവൻ കാണാപ്പാടെന്നാണ് പറയണേ മേൽപ്പത്തൂരിന്. അങ്ങനെ ഭഗവാനെ ഭജിച്ചു കൊണ്ടിരുന്നപ്പോഴല്ലേ ഈ സൂക്കേട് എന്നെ ബാധിച്ചതല്ല, ചോദിച്ചു വാങ്ങിയതാണ്. ഗുരുവിനെ ഇതാവാൻ വേണ്ടി, ഗുരുവിനെ സഹായിക്കാൻ വേണ്ടി. ഗുരുവിന് വന്നതായ വാതരോഗത്തിനെയാണ് കർമ്മവിഭാഗ ദാനത്തിലൂടെ സ്വന്തമായി മേടിച്ച് അത് അനുഭവിക്കാൻ വേണ്ടി വന്നു. എങ്കിലും ഭഗവാനെ ഭജിക്കാനാണല്ലോ അങ്ങ് തന്നത്. അത് പാലാഗ്രഹിക്കുന്ന ആ രോഗിക്ക് മരുന്നായിട്ട് പാല് തന്നെ കൊടുത്തതുപോലെയല്ലേ. ഞാനൊരു കഥ പറയാം. മാർക്കണ്ഡേയോ, ഭഗവാനെ മാർക്കണ്ഡേയൻ, മൃഗണ്ടുവിൻ്റെ പുത്രൻ ആയ മാർക്കണ്ഡേയൻ, അങ്ങയുടെ വലിയ ഭക്തൻ. മൃഗണ്ടുവിന് വളരെ കാലം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായില്ല. അപ്പം മൃഗണ്ടുവും ഭാര്യയും കൂടി ശിവക്ഷേത്രത്തിൽ തപസ്സിരുന്നു. അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. ശിവൻ ചോദിച്ചു മൃഗണ്ടിനോട്, നല്ല ബുദ്ധിമാനായ ഒരു കുട്ടി വേണോ അതോ മൂഢനായ ഒരു കുട്ടി വേണോ? അയ്യോ, ബുദ്ധിമാനായ കുട്ടി മതി. ബുദ്ധിമാനായ കുട്ടിയാണെങ്കിൽ 12 വയസ്സ് വരെ ഇരിക്കും, മൂഢനാണെങ്കിൽ വളരെ കാലം ഇരിക്കും.
12 വയസ്സായാലും മതി, ബുദ്ധിമാൻ മതി. അങ്ങനെയാണ് മാർക്കണ്ഡേയൻ ജനിച്ചത്. ജനിച്ചപ്പോൾ മുതൽ അമ്മയ്ക്കും അച്ഛനും സങ്കടം. അതെപ്പോഴാണ് മാർക്കണ്ഡേയൻ കണ്ടത്? ഊണ് കഴിക്കുമ്പോൾ, പിറന്നാളിന് ഊണ് കഴിക്കുമ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്ന് വെള്ളം അങ്ങനെ ഇലയിൽ വീണു. ആദ്യമൊന്നും മനസ്സിലായില്ല. അടുപ്പത്ത് പുകയുണ്ടല്ലോ, ആ പുക കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. 11ാമത്തെ വയസ്സായപ്പോഴും വല്ലാണ്ട് ഇവിടെ വീണു. എന്താ അമ്മ, എന്താ പറയുന്നത്? അപ്പോൾ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. ഇങ്ങനെയാണ് ഉണ്ണി, ജ്യോത്സ്യം പറഞ്ഞിരിക്കുന്നത് നിനക്ക് 12 വയസ്സ് വരെ ആയുസുള്ളൂ എന്നാണ്. അപ്പോൾ അടുത്ത ജന്മത്തിൽ, അടുത്ത കൊല്ലം നിനക്ക് പിറന്നാളിന് വിളമ്പിത്തരാൻ സാധിക്കുമോ എന്ന് വിചാരിച്ച് ഞാൻ കരഞ്ഞതാണ്. അത്രയേ ഉള്ളൂ, സാരമില്ല. അച്ഛനെയും അമ്മയും നമസ്കരിച്ചു. നാവാമുകുന്ദൻ്റെ അടുത്ത് പോയി 1 കൊല്ലക്കാലം ഭഗവാനെ ഭജിച്ചു. മാർക്കണ്ഡേയോ ഹി പൂർവം. അങ്ങനെ മാർക്കണ്ഡേയൻ പണ്ട് ഗണകനിഗതിത ദ്വാദശാബ്ദായു. ജ്യോത്സ്യൻ, ഗണകൻ ജ്യോത്സ്യൻ, ഗണിക്കുന്ന ആൾ. അയാൾ നിഗതിതം പറയപ്പെട്ട ദ്വാദശാബ്ദായു, 12 വർഷത്തിൻ്റെ ആയുസ് എന്ന് എപ്പോൾ കേട്ടുവോ, ഉച്ചൈഹി സേവിത്വാ വത്സരം ത്വാം. നന്നായിട്ട് എല്ലാ കാര്യത്തിലും നിയന്ത്രണത്തോടുകൂടി, ആഹാരത്തിൻ്റെ കാര്യത്തിലും ഉറക്കത്തിൻ്റെ കാര്യത്തിലും മറ്റ് കർമ്മങ്ങളുടെ കാര്യത്തിലും എല്ലാം നിയന്ത്രണം. ഉച്ചൈഹി സേവിത്വ. അങ്ങനെ 1 കൊല്ലക്കാലം നാവാമുകുന്ദനെ അങ്ങനെ സേവിച്ചു. 12ാമത്തെ വയസ്സ് ആ ദിവസം വന്നു. പൃഥ്വിൻ്റെ യമൻ്റെ ഭടന്മാർ വന്നു. ഭടന്മാർ വന്ന് ഇവന് കാണാൻ സാധിച്ചു. അവർ സൂക്ഷ്മ എന്താ പറയുക ആയിട്ടുള്ളവരാണെങ്കിലും മാർക്കണ്ഡേയന് കാണാൻ സാധിച്ചു. വേഗം പോയിട്ട് ഭഗവാനെ കെട്ടിപ്പിടിച്ചു, ഭഗവാന്റെ ബിംബത്തിനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഭടന്മാർക്ക് ഭയമായി. അവർ പോയി യമനോട് തന്നെ പറഞ്ഞു. അങ്ങനെ യമൻ തന്നെ വന്നു, ഇപ്പോഴും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബിംബത്തോടു കൂടി വലിച്ചു വിട്. ആ ബിംബത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയത് ശിവൻ, രുദ്രൻ ഇറങ്ങി വന്ന് മൃത്യുവിനെ, യമനെ വധിച്ചു. അങ്ങനെയാണ് യമനില്ലാത്ത കാലം, കാലനില്ലാത്ത കാലം ഉണ്ടായത്. വളരെ കാലം അങ്ങനെ ആൾക്കാർ മരിക്കാതെ കണ്ട് ഇരുന്നു. എന്താണ്, യമനില്ല. അപ്പോൾ ആർക്കും മരണമില്ല. അമ്മൂമാരൊക്കെ 1000 വർഷം വീതം ഇരിക്കണു. ഇരിക്കാൻ തന്നെ സ്ഥലമില്ല. ഒക്കെ ചിരട്ടയിലാക്കി ഉത്തരത്തിൽ വെച്ചു എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ദേവന്മാരെല്ലാവരും കൂടി ശിവൻ്റെ അടുത്ത് പോയി. ശിവൻ പറഞ്ഞു, മാർക്കണ്ഡേയനെ കൊല്ലാൻ സമ്മതിക്കില്ല. അതിനൊരു കാര്യം ചെയ്യാം, അവൻ എന്നും 12 വയസ്സ്. അവൻ ചാവണില്ലല്ലോ, അവൻ എന്നും 12 വയസ്സ്. ആ കരാറിന്മേലാണ് യമനെ വീണ്ടും ജീവിപ്പിച്ച് ഇതായത്. സേവിത്വാ വത്സരം ത്വാം തവ ഭടനിവഹൈർ ദ്രാവയാമാസ മൃത്യും. അങ്ങനെ മൃത്യുവിനെ ഓടിച്ചു. ഇവിടെ ഭടനിവഹൈർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശിവൻ തന്നെയാണ് ഇറങ്ങി വന്ന് യമനെ വധിച്ചത്. എന്താ കാണിക്കുന്നത്? ഭഗവാനെ ഭജിച്ചാൽ മരണത്തിനെ പോലും നമുക്ക് ജയിക്കാൻ സാധിക്കും. ചില പുസ്തകങ്ങളിൽ 12 എന്നുള്ളത് 16 വയസ്സായിട്ടാണ് പറയുന്നത്. നമുക്ക് ഭട്ടതിരിപ്പാട് പറഞ്ഞതെടുക്കാം 12.
12 വയസ്സ്. അതായത് ആര് ഭഗവാനെ ഭജിക്കുന്നുവോ അവർക്ക് വയസ്സാവുന്നില്ല, അവർക്ക് പ്രായമില്ല. പിന്നെ അവർക്കൊരു ശരീരം, സ്ഥൂല ശരീരത്തിൻ്റെ ആവശ്യമില്ല. ആ സൂക്ഷ്മ ശരീരം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ജനിക്കാത്ത മരിക്കാത്ത ആ സച്ചിദാനന്ദ വസ്തുമായി ഏകീഭവിക്കുന്നു. പിന്നെ എവിടെ മരണം? അതാണ് അതിൻ്റെ പിന്നിലുള്ള തത്വം. സേവിത്വാ വത്സരം ത്വാം തവ ഭടനിവഹൈർ ദ്രാവയാമാസ മൃത്യും. അപ്പോൾ മറ്റുള്ള പുരാണങ്ങളിൽ മറ്റുമൊക്കെയാണ് മറ്റുള്ള കഥകളെല്ലാം പറയുന്നത്. ആൾക്കാർ മരിക്കാതെ കണ്ടായി. ഈ വിധത്തിലുള്ള കരാറിന്മേലാണ് മാർക്കണ്ഡേയനെ ഭഗവാൻ അംഗീകരിച്ചതും മൃത്യുവിനെ ജീവിപ്പിച്ചതും.